الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من بني آدم مولود إلا يمسه الشيطان حين يولد فيستهل صالحا من مس الشيطان غير مريم وابنها رواه الإمام البخاري ومسلم. ബഹുമാനമുള്ള സഹോദരന്മാരെ, പവിത്രമായൊരു വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പടച്ചവനെ നിസ്കരിച്ചുകൊണ്ട് അവൻ്റെ ഹബീബിൻ്റെ ഹദീസുകൾക്ക് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തം അള്ളാഹു നമുക്ക് കൂടുതൽ ഹൈറുള്ളതാക്കി തരട്ടെ. ഇരുലോകത്തും നന്മകൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകട്ടെ. മനുഷ്യനെ അള്ളാഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ചത് പ്രത്യേകമായ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടെയാണ്. ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നതിന് മനുഷ്യൻ്റെ പ്രയത്നവും ശ്രദ്ധയും അധ്വാനവും ഒക്കെ ആവശ്യമാണ്. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് ശ്രദ്ധയുണ്ടാവാനും മനുഷ്യന് ഒരു മത്സരബുദ്ധി വരാനും അവനൊരു പ്രതിയോഗിയെ, ഒരു ശത്രുവെ, ഒരു മറുപക്ഷത്തിരിക്കുന്ന, ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ശക്തിയെ ആവശ്യമാണ്. ആ ഭാഗമാണ് മനുഷ്യൻ്റെ കൂടെ പിശാച് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് പിശാച്. ആ പിശാചിന് അള്ളാഹു ചില അധികാരങ്ങളൊക്കെ നൽകി മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമായിട്ടാണ് പിശാചിനെ അള്ളാഹു തആല നിശ്ചയിക്കുകയും നിലയുറപ്പിക്കുകയും അവൻ്റെ ഈ ഭൗതിക ലോകവാസത്തിലേക്കുള്ള ദൈർഘ്യമേറിയ കാലം വരമായി അവന് നൽകുകയും ചെയ്തത്. അള്ളാഹുവിൻ്റെ ദൂതർ ഓർമ്മപ്പെടുത്തുന്നു, അബൂ ഹുറൈറത്ത് തങ്ങൾ ഉദ്ധരിക്കുന്നു, മാമിൻ ബനി ആദമ മൗലൂദുൻ, മനുഷ്യപുത്രന്മാരായ എല്ലാ കുട്ടികളും ജനിക്കുന്ന കുട്ടികളൊക്കെ ഇല്ല യമസ്സുഹു ശൈത്താൻ, ആ കുട്ടിയെ പിശാച് ഒന്ന് തൊടാതിരിക്കൂല. മനുഷ്യക്കുഞ്ഞ് ഏത് പിറന്നു വീണാലും ആ പിറന്ന കുഞ്ഞിനെ പിശാച് ഒന്ന് തൊടാതിരിക്കൂല. ഹീന യൂലദ്, എപ്പോഴാണ് തൊടുക? പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ ഒന്ന് തൊടും. ഫയസ്തഹില്ലു സാരിഹാ, അപ്പോഴാണ് ആ കുട്ടി ഒച്ച വെച്ച് കരയുന്നത്. കുട്ടി പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരയുന്നത്. ഈ കുഞ്ഞിന്റെ കരച്ചിൽ, ഈ ഒച്ച വെച്ചുള്ള ഈ കരച്ചിൽ പിശാച് തൊടുമ്പോഴാണ്. ഇത് എല്ലാ കുഞ്ഞിനും മനുഷ്യ മക്കൾക്കെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് അധികാരം അവന് കൊടുക്കുകയും ചെയ്തു. അവനൊന്ന് തൊട്ടേക്കും എന്ന് പറഞ്ഞാൽ, നമ്മളുണ്ടല്ലോ സാധനം ബുക്ക് ചെയ്ത മാതിരി, നമ്മളൊന്ന് പോയി പിടിച്ചാൽ ഒന്ന് ബുക്ക് ചെയ്യും പോലെയാണ് ഒരു സാധനം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ബസ്സിന് സീറ്റൊക്കെ പിടിക്കുന്ന മാതിരി ഇതിൻ്റെതാണെന്ന് അറിയിക്കുന്ന രൂപത്തിൽ ഇതുപോലെ പിശാച് ഒരു സ്പർശനം നടത്തും. അപ്പോഴാണ് കുഞ്ഞ് കരയുന്നത്. പക്ഷേ ഈ ഒരു പൊതു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി, ഏതൊരു പൊതു സ്വഭാവത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും, ചില വ്യക്തികളുണ്ടാവും, ചില അവസ്ഥകളുണ്ടാവും. അതിൽപ്പെട്ടതാണ് മറിയം ബീവിക്കും മറിയം ബീവിയുടെ പുത്രനും ഇല്ല, അവരൊഴിച്ച് ബാക്കി എല്ലാ മനുഷ്യർക്കും ജനിച്ച ഉടനെ പിശാച് തൊടുക എന്നുള്ളതുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ എന്താ, മറിയം ബീവിയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഈസ നബി അലൈഹിസ്സലാമാണ്. ഈ രണ്ടു പേർക്കും അത് തൊട്ടത് ആ പിശാചിന്റെ തൊടൽ ബാധിച്ചിട്ടില്ല, അതുണ്ടായിട്ടില്ല. എന്തേ കാരണം? ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. മറിയം ബീവിയെ അവരുടെ ഉമ്മ ഹന്നത്ത് ബീവി ഗർഭം ധരിച്ചിരിക്കുന്ന സമയം, അന്ന് പല ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതുകയും ആ ഉദ്ദേശങ്ങൾക്ക് അധിഷ്ഠിതമായി നേർച്ചകൾ പലതും നേർച്ചയാക്കുകയും ചെയ്യും. നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിങ്കലേക്ക് ഒരു പ്രത്യേകമായ ഒരു പുണ്യകർമ്മത്തെ നമ്മൾ നിർവഹിച്ച് സമർപ്പിച്ച് പടച്ചവന്റെ പൊരുത്തം വാങ്ങുക, അതാണ് ഈ നേർച്ച. അപ്പോ ഹന്നത്ത് ബീവി നേർച്ചയാക്കി, എനിക്കൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ പവിത്രമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകനായി, അതിന്റെ സേവകനായി
സേവകനാക്കി ഞാൻ ഒഴിഞ്ഞിടും. എനിക്ക് എൻ്റെ കുടുംബത്തിനോ മറ്റോ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ആ കുഞ്ഞിനെ ഞാൻ ഉപയോഗിക്കൂല. ഒക്കെ പടച്ചവന്റെ മാർഗത്തിലായി ബൈത്തുൽ മുഖദ്ദസിന്റെ സേവകന്മാരുടെ കൂട്ടത്തിലേക്ക് ഞാൻ ആ കുഞ്ഞിനെ വിടും എന്ന് നേർച്ചയാക്കി. സേവകന്മാരായിട്ട് പള്ളിയുടെ സേവകന്മാർ എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. പക്ഷേ ഹന്നത്ത് ബീവി പ്രസവിച്ചു നോക്കുമ്പോഴാണ് കുഞ്ഞ് ആണല്ല പെണ്ണാണ് എന്ന് അവർക്ക് ബോധ്യമായത്. അപ്പോഴാണ് ഹന്നത്ത് ബീവി പറഞ്ഞ, പടച്ചോനെ, ഞാനിങ്ങനെ കുഞ്ഞിനെ തരാനൊക്കെ നേർച്ചയാക്കി, പ്രസവിച്ചത് പെൺകുഞ്ഞായല്ലോ എന്ന് പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകനാക്കും എന്നതിനോടൊപ്പം അവർ നിയ്യത്ത് ചെയ്തിരുന്നു. അവർ നേർച്ച പറഞ്ഞിരുന്നു, പടച്ചോനെ, എൻ്റെ കുഞ്ഞിനെ പിശാച് തൊടരുത്, അവരുടെ സന്താനത്തെയും പിശാച് തൊടരുത് എന്ന് അള്ളാഹുവിനോട് കരാറ് പറഞ്ഞിരുന്നു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അതുകൊണ്ടാണ് ജനിച്ച കുഞ്ഞ് മറിയം ബീവിയാണ്, പെണ്ണാണ്. അവരെയും പിശാച് തൊട്ടിട്ടില്ല. അവരുടെ സന്താനം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സന്താനം പിന്നേതാ? ഈസാ അലൈഹിസ്സലാമാണ്. ആ കുഞ്ഞിനും അതുണ്ടായിട്ടില്ല. ഏതോ ആകട്ടെ, ആ മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകരായിട്ട് നേർച്ചയാക്കിയതാണ്. പക്ഷെ ആണുങ്ങളാണ് അവിടെ ഉണ്ടാകല്. പക്ഷെ ഈ പെണ്ണായതുകൊണ്ട് നേർച്ചക്കടം വീടണല്ലോ. അതിന് അന്നത്തെ പ്രവാചകന്മാരും മറ്റുള്ളവരുമൊക്കെ അതിന്റെ വഴി പറഞ്ഞു കൊടുത്തതാണ്. പള്ളിയുടെ ചാരത്തായി നല്ല ഒരു ഗോപുരം സൃഷ്ടിക്കുക, ഒരു മുകൾ തട്ട് വീട് നിർമ്മിച്ചിട്ട് കൂടാരം ഉണ്ടാക്കിയിട്ട് അതിൽ ഈ മറിയം ബീവിയെ പാർപ്പിക്കുക. ഈ കുഞ്ഞാകട്ടെ അവിടെ പാർക്കുക. എന്താ വെച്ചാൽ എന്താ അർത്ഥം? മസ്ജിദുൽ അഖ്സായുടെ അവിടുത്തെ പരിപാലനം എന്ന് പറയുന്നത്, ആ പരിപാലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? പള്ളിയുടെയും പള്ളിപ്പരിസരത്ത് മറയടക്കപ്പെട്ട അമ്പിയാക്കൾ ഔലിയാക്കളുടെയും ചാരത്യം കൊണ്ട് ബർക്കത്ത് നേടുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. അവിടെ എന്ത് ചെയ്തു? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് തൊട്ട് ചാരെ തന്നെ ഒരു ഗോപുരം ഉണ്ടാക്കി. അതിൽ മറിയം ബീവിയെ റൂമിലിട്ട് പൂട്ടും പോലെ അവിടെ എന്തായി? ആ ബർക്കത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം അവിടെ ഉണ്ടായി. പള്ളിയുടെ സമീപത്തായിട്ട് കഴിയുക. അങ്ങനെ ആ നേർച്ചക്കടം വീടുകയും ചെയ്തു. ഏതായിരുന്നാലും മറിയം ബീവിയുടെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാമിനും ഈ പിശാചിന്റെ സ്പർശനം എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ മനുഷ്യർക്കും ആ ബാധ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ ഓർമ്മപ്പെടുത്തിയ ഹദീസാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ആ ചരിത്ര പശ്ചാത്തലം. മറിയം ബീവി, ഹന്നത്ത് ബീവി പറഞ്ഞ പ്രാർത്ഥന ഖുർആനിൽ കാണാം. റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. പടച്ചോനെ, പെൺകുഞ്ഞായല്ലോ പ്രസവിച്ചത്. റബ്ബി ഇന്നി ഉഈദുഹാ ബിക, നിന്നോട് ഞാൻ കാവല് തേടുന്നു. വദുർരിയതഹാ, ഈ മറിയം ബീവിയുടെ സന്താനത്തെയും നീ കാത്തുകൊള്ളണം. മിനശ്ശൈത്വാനിർ റജീം, ആട്ടപ്പെട്ട പിശാചിനെ തൊട്ട് കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നും കിതാബിന്റെ തഫ്സീറിന്റെ കിതാബിലൊക്കെ കാണാം, നമുക്കും കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞ് ജനിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാവും. ആ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. ആ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, ഒരു മന്ത്രം, റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അത് ആ വാക്കുകൾക്ക് പോലും മാറ്റം വരുത്താതെ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും പറയേണ്ട വാചകം ഇത് തന്നെയാണ്. റബ്ബി ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയണം. അത് നല്ലതാണ് എന്ന് കാണുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ജീവിതം ആത്മീയമായും മതപരമായും അഭിവൃദ്ധിപ്പെടാനും പിശാചി ബാധകളിൽ നിന്ന്, പൈശാചിന്റെ കെണിവലകളിൽ നിന്ന് മോചനം കിട്ടാനും നല്ല ജീവിതം ആ കുഞ്ഞിന് കിട്ടാനും ഈ പ്രാർത്ഥന ഉപകരിക്കും എന്നും കാണുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രതിപക്ഷത്ത്, നമ്മുടെ എതിർപക്ഷത്ത് ഒരു സംഘമുണ്ട്. അത് പിശാചിന്റെ വലയമാണ്. അതിൽ അകപ്പെട്ട് പോകാതെ ജീവിതത്തിന്റെ നൗക തുഴയാനാണ് നമുക്ക് ശ്രദ്ധയുണ്ടാവേണ്ടത് എന്ന പാഠം അതാണ് നമ്മൾ തരുന്നത്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. എല്ലാവിധ പൈശാചിക വലയങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമുക്കൊക്കെയും രക്ഷയും കാവലും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഖൈറുകളും അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാ ഷർറുകളും അല്ലാഹു തട്ടിമാറ്റട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.